എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഈമു അതവിടേക്ക് കടന്നു വന്ന് ആ ഒരു വലിയ ചെയറിൽ ഇരിക്കുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം ആ ഒരു ചെയറിൽ ഇതുവരെ ആരും തന്നെ ഇരുന്നതായിട്ട് യാതൊരു ചരിത്രവും എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ലോകത്തെ ഒരാൾക്ക് മാത്രമായിട്ട് ഭരിക്കാൻ പാടില്ല. 20 എൽഡേഴ്സ്, 5 എൽഡേഴ്സും 20 പേരൊക്കെ ചേർന്നാണ് ഈ ലോകത്തെ ഭരിക്കേണ്ടത്. അതാണ് ഇപ്പൊ ഡ്രാഗന്റെ മുൻപിൽ ഒന്നൊന്നായിട്ട് പൊളിഞ്ഞു വീഴുന്നത്. അവൻ ആ സത്യം മനസ്സിലാക്കും. ഇത്രയും കാലവും 5 എൽഡേഴ്സ് അവര് ഈ ലോകത്തെ ചതിക്കുകയായിരുന്നു. 5 എൽഡേഴ്സിനെ വെറും പപ്പടുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരാളാണ് ഈ ലോകത്തെ ഭരിച്ചിരുന്നത്. അത് കണ്ട് ഡ്രാഗൺ ആണെങ്കിൽ ഷോക്കാവും. ഈമു ആണെങ്കിൽ ഇപ്പൊ ഡ്രാഗനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കേട്ടു മറന്ന അല്ലെങ്കിൽ പരിചയമുള്ള ഒരു ശബ്ദമായിട്ട് ഇപ്പൊ ഡ്രാഗൻ തോന്നും. ഡ്രാഗൻ ഈമുവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങും. പക്ഷേ അതിനു മുൻപേ ഈമു ആണെങ്കിൽ ഡ്രാഗനോട് പറയും, നിന്റെ ഒരു ചോദ്യത്തിന് പോലും ഞാൻ ഉത്തരം നൽകില്ല. പക്ഷെ ഒരു കാര്യം ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഡി എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരെല്ലാവരും ഞങ്ങൾ ഓപ്പോസ് ചെയ്യുന്നവരാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഓപ്പോസ് ചെയ്തവരെല്ലാവരും ഡി ലെറ്റർ ഉള്ളവരാണ്. അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ ായിട്ടുള്ളവരും ശത്രുക്കളായിട്ടുള്ളവരുമായിട്ട് കണക്കാക്കുന്നത്. ലില്ലി ചെയ്ത വലിയൊരു തെറ്റ്, അതുകൊണ്ടാണ് ഈ ഡി എന്ന പേര് അതുണ്ടായതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് പുറത്തായതും. അതെന്താണെന്നുള്ള സത്യം അറിയാനാണ് വോഹാറ ഐലാൻഡിലുള്ളവര് വർഷങ്ങളായിട്ട് ശ്രമിച്ചിരുന്നത്. ഇപ്പൊ ഡി എന്നുള്ള പേരുള്ളവർക്ക് പോലും അവരുടെ പേര് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അത് ഞങ്ങൾ ആരെ അറിയിക്കാൻ ശ്രമിക്കാറുമില്ല. ലില്ലിയാണ് ആ ഒരു പോണോഗ്ലിഫ് അത് ക്രിയേറ്റ് ചെയ്ത് ലോകത്തുള്ള ഓരോരോ ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് വിട്ടത്. ഇപ്പൊ അതിലൂടെ പലരും ആ രഹസ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് പറയും. അത് പറയേണ്ട താമസം ആ 5 എൽഡേഴ്സ് അവരിപ്പോ ഡ്രാഗനെ റൗണ്ട് ചെയ്ത് കത്തി അങ്ങനെ പോയിന്റ് നിർത്തിയിരിക്കുകയാണ്. ആക്ച്വലി ആ ലില്ലി അവളാണെങ്കിൽ തിരികെ വരുന്നതിന് മുൻപ് ഡ്രാഗണ് ഒരു ലെറ്റർ അയച്ചിരുന്നു. ആ ലെറ്ററിൽ എഴുതിയ കാര്യങ്ങളും അവളുടെ യഥാർത്ഥ പേരും അതെന്താണെന്ന് അവർ ചോദിക്കും. കിങ്ങിനാണെങ്കിൽ നന്നായിട്ട് അറിയാം ഇനി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയില്ല. കാരണം വർഷങ്ങളായിട്ട് അവർ ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിച്ചിരുന്ന രഹസ്യങ്ങൾ അതാണിപ്പോൾ മുഴുവനായിട്ടും റിവീൽഡ് ആയിരിക്കുന്നത്. ആളുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടിക്കൂടി വിയർത്തൊലിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ദൂരത്തായിട്ട് സാബോ അവനാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ കിങ് ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ലെറ്ററിൽ വായിച്ച കാര്യങ്ങൾ അത് പറയും. 800 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഐലാൻഡ് അത് ഭരിച്ചിരുന്ന മറ്റാരുമല്ല നെഫൽട്ടറി ഡി ലില്ലി. അത് കേട്ട് അവരെല്ലാവരും ഞെട്ടും. കിങ് അത് പറയേണ്ട താമസം ഒരു വലിയ പവർ വന്ന് ആളുടെ ദേഹത്ത് അങ്ങനെ കുത്തി ഇറങ്ങുകയാണ്. അടുത്ത നിമിഷം സാബോ അവനങ്ങനെ ചാടി വന്ന് ഫയർ പവർ ഉപയോഗിച്ച് 5 എൽഡേഴ്സിനെയും അട്ടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം ഈമോയ്ക്ക് നേരെ അവന്റെ ഫയർ പവർ ഉപയോഗിക്കുകയാണ്. ഈമോ ആണെങ്കിൽ ആ ഫയർ പവർ അങ്ങനെ സ്വാളോ ചെയ്യും. ഇവിടെ ആ 5 എൽഡേഴ്സ് ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് മോൺസ്റ്റർ പോലായി തീർന്ന് ഇപ്പൊ സാബോയ്ക്ക് നേരെ തിരിയും. സാബോ ആണെങ്കിൽ ഈ 5 എൽഡേഴ്സിന്റെ ഇടയിൽ ഇത്രയും വലിയൊരു രഹസ്യം അതുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ ലോകത്തെ തന്നെ ഭരിക്കുന്നത് ഒരു ഈവിൾ ആണെന്നും അവൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. സാബോ ആണെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ആ സ്നെയിലിൽ ഒരു ഫോട്ടോ പതിയാണ്. ആക്ച്വലി ഈ ഒരു ഫോട്ടോ ആണ് എല്ലാവരുടെയും ഇടയിലേക്ക് സ്പ്രെഡ് ആയത്. കിങ് ആണെങ്കിൽ സാബോനോട് ചോദിക്കും, നീ ലൂഫിയുടെ ബ്രദറിലെ റവല്യൂഷണറി ആർമിയിലെ മെമ്പർ. അതിന് സാബോ ആണെങ്കിൽ കിങ്ങിനോട് പറയും, ഞങ്ങളുടെ ശത്രുക്കൾ അത് നിങ്ങളെപ്പോലുള്ള കിങ്ങുകളല്ല, മറിച്ച് ഈ സെലസ്റ്റൽ ഡ്രാഗൺസ് ആണ്. അതിരിക്കട്ടെ എന്റെ ബ്രദർ ലൂഫിയെ അവന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന് കിങ് പറയും, അവനാണ് എന്നെയും എന്റെ രാജ്യത്തെ സേവ് ചെയ്തത്. ഉടനെ സാബോ അവൻ കിങ്ങിനെ തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ മോൺസ്റ്റർ 5 എൽഡേഴ്സ് അവറ്റകള് അവരെ റൗണ്ട് ചെയ്യാണ്. ആക്ച്വലി അവരാണ് വേൾഡിൽ തന്നെ ദ മോസ്റ്റ് പവർഫുൾ എൽഡേഴ്സ്. കിങ് ആണെങ്കിൽ സാബോയോട് പറയും, നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. രക്ഷിക്കാൻ നിന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും ഇനി സാധിക്കില്ല. പക്ഷെ സാബോ ആണെങ്കിൽ തീർത്തു പറയും, എന്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെ ഞാൻ സേവ് ചെയ്യും. അതിന് കിങ് പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. ആ ഡി നെയിമിനെ കുറിച്ചുള്ള രഹസ്യം അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് എത്രയും വേഗം അലപ്പസ്റ്റയിലും എന്റെ മകൾ വിവിയെയും നീ അറിയിക്കണം എന്ന് പറയും. അത് കേട്ട് ഒരു സെക്കൻഡ് സാബോ ആണെങ്കിൽ അവന്റെ ബ്രദർ എയ്സിനെ കുറിച്ചും ലൂഫയെ കുറിച്ചും ഒന്ന് ആലോചിക്കുകയാണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും പേരിൽ ഡി ലെറ്റർ ഉണ്ട്. അടുത്ത നിമിഷം വലിയൊരു പവർ വന്ന് ഇപ്പൊ സാബോയുടെയും കിങ്ങിന്റെയും ദേഹത്ത് കുത്തി ഇറങ്ങുകയാണ്. ചോര തുളുമ്പി അവർ രണ്ടുപേരും അടിച്ചു വീഴും. കിങ് ആണെങ്കിൽ സാബോയുടെ കൈ പിടിച്ച് പറയും, നമ്മളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ടും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇവർക്ക് ബലിയാടായി ഞാനിവിടെ ഉണ്ടാവും. സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ നീ ഉണ്ടാവണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞയച്ച് ആ ഒരു 5 എൽഡേഴ്സിനെ അവരെ നോക്കി ഇപ്പൊ കിങ് പോവും. കട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് ആ 5 എൽഡേഴ്സ് ഇപ്പൊ കിങ്ങിനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു പൊത്തിലൂടെ ഒരു കണ്ണ് അത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണുകയാണ്. ആ 5 എൽഡേഴ്സ് ആണെങ്കിൽ ആ കണ്ണ് നോട്ടീസ് ചെയ്യും. അവര് ഉച്ചത്തില് അതാരാണ് നിലവിളിക്കും. നിലവിളി കേട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നവൻ പേടിച്ച് ദൂരേക്ക് മാറുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ വാക്പോളിനാണെങ്കിൽ ഒരു സെക്കൻഡ് എന്റെ നാക്ക് തന്നെ മൊത്തത്തിൽ ഇറങ്ങി പോവാണ്. അവനെ കൊണ്ട് എന്തു പറയണമെന്ന് അറിയില്ല. ആക്ച്വലി
കിങ് മരിച്ചതിൽ അവന് സന്തോഷമാണ്. പക്ഷേ നേവിക്കാരുടെ ഉള്ളിൽ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഇടയിൽ ഇത്രയും വലിയൊരു രഹസ്യം അതവർ സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. ഇനി ഇവിടെ നിന്ന കോബ്രയുടെ അവസ്ഥ തന്നെയായിരിക്കും എനിക്കെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ രക്ഷിക്കടാ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ആണെങ്കിൽ സ്റ്റെപ്പിലൂടെ തെറിച്ചു വന്ന് ചുമരിൽ പോയിട്ട് അടിച്ചു വീഴുകയാണ്. സോൾജിയേഴ്സ് ഓടി വരും. എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവനാണെങ്കിൽ വിളിച്ചു പറയും, ഓ നോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരോടും ഒന്നും പറയില്ല, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. സെക്യൂരിറ്റീസിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇദ്ദേഹത്തിന് എന്തു പറ്റിയും ചിന്തിച്ച് അവര് ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആളോട് പറയും, കൗൺസിൽ മീറ്റിംഗ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അവിടേക്ക് എത്തിക്കാം. അതിനാളാണെങ്കിൽ എങ്ങനെ തൊഴുത് അവരോട് പറയും, എനിക്ക് എത്രയും വേഗം എൻ്റെ ഐലാൻഡിലേക്ക് പോകണം, എനിക്ക് ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ല. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ മീറ്റിംഗ് ഹാള് കാണിക്കും. അവിടെയാണെങ്കിൽ രണ്ടുപേരുടെ ചെയർ മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒന്ന് കിങ് കോബ്രയുടേത്, മറ്റൊന്ന് വാക്പോളിൻ്റെത്. ഒരുപാട് നേരം ബാക്കിയുള്ള കിങ്സ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഷിറഗോഷി അവളിപ്പോൾ സേഫായി അവളുടെ ബ്രദേഴ്സിനൊപ്പം എത്തി. ബ്രദേഴ്സ് ആണെങ്കിൽ തീർത്തു പറയും, ഇനി ഒരു സെക്കൻഡ് പോലും നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല, എത്രയും വേഗം നമുക്ക് നമ്മുടെ ഐലാൻഡിലേക്ക് പോകണം. അതിന് ഷിറഗോഷി ഓക്കെ പറഞ്ഞ് അവൾ വിവിയെ അന്വേഷിക്കും. പോകുന്നതിന് മുൻപ് ഒരു വാക്ക് അവളോട് പറയണമെന്ന് ഷിറഗോഷി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. കട്ട് ചെയ്ത ഇവിടെ സൈബർ പോൾ മെമ്പേഴ്സ് അവരാണെങ്കിൽ വിവി ഒരു ഭാഗത്ത് അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവൾ കേൾക്കാൻ പാടില്ലാത്ത ഒരു രഹസ്യം അത് കേട്ടിരിക്കുകയാണ്. വിവി ആണെങ്കിൽ അടിച്ചു പറയും, ഉറപ്പായാലും ഈ രഹസ്യം അത് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും. അതിനാൽ നേവി സോൾജേഴ്സ് അവൾ അറിഞ്ഞ പുറഞ്ഞ് തല്ലി ഒരു ഭാഗത്ത് പിടിച്ചു വെക്കും. അവളാണെങ്കിൽ ടെൻഷനായി ഷിറഗോഷിയെ കുറിച്ച് ചോദിക്കും. അത് കേട്ട സോൾജേഴ്സ് ആണെങ്കിൽ അവളെ പരിഹസിക്കുകയാണ്. നിന്റെ ഫ്രണ്ട് ഷിറഗോഷി അവളിപ്പോൾ സേഫാണ്, ട്രാപ്പിൽ പെട്ടുകിടക്കുന്നത് നീയാണ്, സോ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് ടെൻസ്റ്റ് ആവേണ്ട കാര്യമില്ല എന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സായും ലീയും അവർ രണ്ടുപേരും ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ വെല്ലുവിളിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈഷോയും അരമക്കയും അവർ രണ്ടുപേരും ഇത്രയും സമയം ഒന്നിച്ചായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്കിടയിലും ഇപ്പൊ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി റെവല്യൂഷണറി ആർമിയിലുള്ളവർ അവിടെയുള്ള അടിമകളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് തടയുന്നതിന് പകരം ഈഷോ ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. അത് കണ്ട് അരമക്കയ്ക്ക് കൺട്രോൾ പോയി. അരമക്കയാണെങ്കിൽ ഇപ്പൊ അവനോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടികിട്ടി ബഹളം. ഈഷോ ആണെങ്കിൽ ടെൻഷനാവും. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ എനിക്ക് ഈ സംവിധാനങ്ങൾ അതെല്ലാം തന്നെ പൊളിച്ചെഴുതണമെന്ന്, എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് അരമക്കി അവൻ ദേഷ്യപ്പെട്ടു പറയും, നീയും ഒരു നേവി സോൾജിയറാണ്, നീ ഒരു കാരണവശാലും സെലസ്റ്റിയൽ ഡ്രാഗൺസിനും ഈ നേവിക്ക് എതിരായിട്ട് നിൽക്കാൻ പാടില്ല, അങ്ങനെ നിന്ന നിന്നെ ഞാൻ തടയുമെന്ന് പറഞ്ഞ് അവനൊരു ജയന്റ് മരമായിട്ട് മാറി ഇപ്പൊ അവന്റെ ബ്രാഞ്ചുകൾ ഉപയോഗിച്ച് ഈഷോയെ പിടിച്ചു വലിച്ച് അങ്ങനെ ഞെരിക്കുകയാണ്. അവിടെ ഫൈറ്റ് ആണെങ്കിൽ വേറെ ലെവലിൽ പോകുമ്പോൾ ഇവിടെ നമ്മുടെ വിവി അവളാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാനായിട്ട് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് ചെക്ക് ചെയ്യാണ്. കാരണം ഇനിയും രക്ഷപ്പെടാനായിട്ട് അവളെ കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അവളുടെ അവസ്ഥ അത് വളരെ മോശമായി തീരും. അടിമകളാക്കി അവര് സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കും. സോ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ആ വാക്പോള് അവൻ ചുമരും തകർത്ത് അവിടേക്ക് ഓടി വരിക. അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഓ നോ, എനിക്കൊന്നും അറിയില്ല, എത്രയും വേഗം എനിക്ക് എന്റെ രാജ്യത്തേക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞ് മുൻപിൽ കെട്ടിയിട്ടിരുന്ന നമ്മുടെ വിവിയെ ഇട്ടിച്ച് തെറിപ്പിച്ച് അവൻ അങ്ങനെ മുൻപോട്ടേക്ക് പായും. സോൾജേഴ്സ് ആണെങ്കിൽ വണ്ടറടിച്ച് പരസ്പരം നോക്കും. ഇപ്പോ അവിടെ നമ്മുടെ വിവിയെ കാണാനില്ല. വിവി അവൾ ആ വാക്പോളിന്റെ വായില് സേഫ് ആയിട്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പൊ വാക്പോളിനോട് താങ്ക്സ് പറയും. മറ്റൊരു ഭാഗത്ത് വാക്പോളിന്റെ വൈഫ് ആണെങ്കിൽ വാക്പോളിനെ അന്വേഷിച്ച് ആ ഒരു മാക്ഷൻ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ അവൾ കാണും അവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് അവളുടെ ഹസ്ബൻഡ് വാക്പോൾ ആൾ ഉഷാറായിട്ട് ഓടി വരികയാണ്. അവൾ ആകാംക്ഷയിൽ ആളെ തന്നെ നോക്കുമ്പോഴായിരിക്കും ആളുടെ വായിലൂടെ വിവി പുറത്തേക്ക് വരിക. വിവിയെ കണ്ട് ഒരു സെക്കൻഡ് അവൾ ഫ്രീസ് ആവും. ഇവിടെ വിവി ആണെങ്കിൽ വാക്പോളിനോട് ചോദിക്കും, നിങ്ങൾ എവിടെ വരെ ഇങ്ങനെ ഓടാനാണ് പ്ലാൻ? അതിനാൾ പറയും, എന്നെ ആരെങ്കിലും ചെയ്ത് വരുന്നില്ല എന്നുറപ്പാവും വരെ ഞാൻ ഇവിടുന്ന് ഓടിക്കൊണ്ടേയിരിക്കും. അതിനവള് പറയും, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇത് കണ്ട് അക്പോളിന്റെ വൈഫ് അവർ ടെറർ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.